നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സോ വെബ്സൈറ്റോ ഗൂഗിൾ SEO വഴി റാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന SEO സ്ട്രാറ്റജീസ് 20% മാത്രമാണ്. ബാക്കി 80% പുതിയ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഈ 80% കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഓൾഡ് SEO സ്ട്രാറ്റജീസ് ആർ ഡെഡ്. വീഡിയോ അവസാനം വരെ കണ്ടോളൂ. പുതിയ സ്ട്രാറ്റജീസ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോണിനെടുത്ത് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഗൂഗിളിന്റെ AI ഓവർവ്യൂ ആയിരിക്കും. എന്നാൽ 5 വർഷം മുമ്പുള്ള ഗൂഗിൾ സെർച്ചിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിലധികം വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യുന്നത് അതിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ അതിൽ എന്താ ചെയ്യുക? ആദ്യം വരുന്ന ലിങ്കുകളിലൊക്കെ കയറി നോക്കി റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്, അല്ലേ? എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ആദ്യം തന്നെ AI ഓവർവ്യൂ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. ആൻഡ് അതിൽ നിന്നും തന്നെ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കിട്ടും. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റ് SEO വഴി റാങ്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഇന്ന് നേരിടേണ്ടി വരും. ഒന്നാമതായി, ഗൂഗിൾ ഇപ്പോൾ വീഡിയോസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാങ്കിങ്ങിൽ യൂട്യൂബ് വീഡിയോകൾ വളരെ മുന്നിലായിരിക്കും. രണ്ടാമതായി, റെഡിറ്റ്, കോറ പോലുള്ള ത്രെഡുകൾക്കും ഗൂഗിൾ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. കാരണം യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്സ് ആളുകൾ വായിക്കണമെന്ന് ഗൂഗിൾ ആഗ്രഹിക്കും. മൂന്നാമതായി, ഇന്ന് ഗൂഗിളിൽ ഇത്രയധികം ആളുകൾ പരസ്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് മുകളിൽ വരാൻ ആഗ്രഹിച്ചാലും കഴിയില്ല, കാരണം നിങ്ങൾ ഗൂഗിളിന് പണം നൽകുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ബെസ്റ്റ് ബുക്സ് ടു റീഡ് എന്ന് ഗൂഗിളിൽ നോക്കിയാൽ ഏത് ബുക്സ് ആണ് എനിക്ക് അനുയോജ്യം എന്ന് കണ്ടെത്താൻ ഒന്നിലധികം വെബ്സൈറ്റുകളിൽ റിസർച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ ChatGPT, Perplexity, Cloud AI പോലുള്ള AI ടൂളുകളിൽ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചാൽ ഇത് സെർച്ച് എഞ്ചിനിലെ മുഴുവൻ ഡേറ്റയും വിശകലനം ചെയ്ത് എനിക്ക് ഏറ്റവും മികച്ച ഉത്തരം നൽകും, അല്ലേ? അതുപോലെ ആളുകൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടാനാണ് കൂടുതൽ ഇഷ്ടമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് ജിയോ, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതേപോലെ തന്നെ AEO, ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന ആശയങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിനുകൾക്ക് വേണ്ടിയല്ല, ഈ AI ടൂളുകൾക്കും ഗൂഗിളിന്റെ AI ഓവർവ്യൂസിനും വേണ്ടിയാണ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് വരുമ്പോൾ എല്ലാവരും അതിന് പിന്നാലെ പോവുകയും അതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ. SEOയിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നിട്ടും ആളുകളുടെ റിസർച്ച് രീതികൾ പൂർണ്ണമായി മാറിയിട്ടും ആളുകൾ SEOയുടെ പുതിയ സ്ട്രാറ്റജീസ് നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗൂഗിളിൽ നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ നിങ്ങൾ SEO ഉപയോഗിച്ചിരുന്നു. അതിൽ കീവേഡുകൾ ഉപയോഗിച്ചിട്ട് ബ്ലോഗുകൾ എഴുതിയിരുന്നു. നമ്മൾ റാങ്ക് ചെയ്യുമെന്നും ആളുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ വരുമെന്നും പ്രതീക്ഷിച്ചായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നത്, അല്ലെ? എന്നാൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ChatGPTയിൽ പോയിട്ട് എനിക്ക് ഏറ്റവും മികച്ച പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഒരു ടീനേജർ എന്ന നിലയിൽ മികച്ച പുസ്തകങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് സെർച്ച് എഞ്ചിനിൽ നിന്നുള്ള എല്ലാ ഡേറ്റയും വിശകലനം ചെയ്ത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കുകയും ചെയ്യും. അവിടെ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് അത് പരാമർശിച്ചേക്കാം. അതോടൊപ്പം റെഫറൻസ് ലിങ്കുകളും നൽകും. നമ്മുടെ ലക്ഷ്യം ChatGPT, Perplexity പോലുള്ള പ്രശസ്തമായ ടൂളുകളിലും ഗൂഗിളിന്റെ AI ഓവർവ്യൂസിലും നമ്മുടെ ബിസിനസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് 5 സീക്രട്ട് സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. അതുപയോഗിച്ച് നിങ്ങളുടെ വെബ്സൈറ്റ് വളരെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്നും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വ്യത്യസ്തമാകുന്നുവെന്നും വ്യക്തമായിട്ട് പരാമർശിക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. എന്റെ വെബ്സൈറ്റിൽ ഞങ്ങളുടെ ക്ലയന്റുകൾക്ക് സേവനങ്ങൾ നൽകുന്നു എഴുതിയിട്ടുണ്ടെങ്കിൽ AI എന്റെ വെബ്സൈറ്റ് വായിക്കുകയാണെങ്കിൽ ഞാൻ ആരാണെന്ന് അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ എന്റെ വെബ്സൈറ്റിൽ ഞാൻ ഇങ്ങനെ ഞങ്ങളാണ് ഏറ്റവും മികച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഞങ്ങളുടെ ക്ലയന്റുകൾക്ക് ഹൈ എൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുകൾ നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളെങ്കിൽ ഞാൻ ആരാണെന്നും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എങ്ങനെ വ്യത്യസ്തമായെന്നും AIക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ഫീഡ്ബാക്സ്, റിവ്യൂസ് എല്ലാം കൊടുത്തിരിക്കണം. AI നിങ്ങളുടെ വെബ്സൈറ്റ് എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് അതിന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. രണ്ടാമത്തത്, നമ്മുടെ SEO ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക് ലിങ്കുകൾ ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിനെയോ ബിസിനസിനെയോ ഒരുപാട് ട്രസ്റ്റഡ് ആൻഡ് ഓതറൈസ്ഡ് വെബ്സൈറ്റുകളിൽ പരാമർശിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജിയോ ചെയ്യാൻ കഴിയാവുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് AIയുടെ അൽഗോരിതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുതരാം.
അതിനോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് സെർച്ച് എഞ്ചിൻ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കാണിക്കും. എന്നാൽ സെർച്ച് എഞ്ചിനുകളിൽ നിങ്ങളുടെ ഡേറ്റ ഒന്നിലധികം വെബ്സൈറ്റുകളിൽ കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും പരാമർശിച്ചേക്കാം. അതിനാൽ കഴിയുന്നത്ര ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിൽ നമ്മൾ PR വർക്ക്സ് ചെയ്യുക. ലൈക്ക് PR മീൻസ് പബ്ലിക് റിലേഷൻ ചെയ്യുകയും സെർച്ച് എഞ്ചിനേക്ക് കൂടുതൽ ഡേറ്റ നൽകുകയും ചെയ്യണമെന്ന് ഉറപ്പാക്കണം. ഇനി മൂന്നാമത്തത് ഒരു എക്സ്ട്രാ ബോണസ് ടിപ്പാണ്. അത് ഇപ്പൊ ആരും ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്. AIക്ക് ഇപ്പോൾ ഇത് വിശകലനം ചെയ്യാനായിട്ട് കറന്റ്ലി സാധിക്കുന്നില്ല. എന്നാൽ ഭാവിയിൽ ഇത് പ്രവർത്തിക്കോ ഇല്ലേ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലിസ്റ്റിക്കൽ ബ്ലോഗ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പം കൊച്ചിയിലെ മികച്ച റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൊച്ചിയിലെ മികച്ച റിയൽ എസ്റ്റേറ്റ് ഡീലർമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ നഗരം അതിനെ വെച്ചിട്ട് ഒരു ലിസ്റ്റിക്കൽ ബ്ലോഗ് ഉണ്ടാക്കാം. അവിടെ നിങ്ങളുടെ ബിസിനസിനെ ഒന്നാം സ്ഥാനത്ത് വെക്കാം. AI അത്തരം ഡേറ്റ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങളും അവിടെ കാണിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി നാലാമത്തത് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഓൺലൈൻ റിവ്യൂസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം AI ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ അത് ഗൂഗിൾ റിവ്യൂസ് മാത്രമല്ല നോക്കുന്നത്, ഏതൊക്കെ ബിസിനസ്സുകൾക്കാണ് നല്ല റിവ്യൂസ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ അത് മറ്റ് റിവ്യൂ പ്ലാറ്റ്ഫോമുകളിലും പോയി തിരയും. അതിനാൽ നിങ്ങൾ ഈ ഏരിയാസിലും പ്രവർത്തിക്കണം. നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നല്ല റിവ്യൂസ് നേടണം. ഇതിനർത്ഥം എന്തെങ്കിലുമൊക്കെ റിവ്യൂസ് ഉണ്ടാക്കുക എന്നല്ല, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ അവരെ സഹായിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എന്ത് റിസൾട്ട് നൽകി എന്നിങ്ങനെയുള്ള പ്രത്യേക റിവ്യൂസ് അവരോട് ചോദിക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ AIക്ക് നിങ്ങളുടെ ബിസിനസിനെ കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയും. വ്യാജ IDs ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവ്യൂ ഇടുകയോ ചെയ്യരുത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാക്കണം. കാരണം ഗൂഗിളും AIയും വളരെ സ്മാർട്ടാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ പിടികിട്ടാനായിട്ട് സാധിക്കും. അഞ്ചാമത്തത് സെർച്ച് എഞ്ചിനുകൾ വഴി നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വളർത്തണമെങ്കിൽ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം യൂട്യൂബ് ആണ്. ഈ കാര്യത്തോട് നിങ്ങളും യോജിക്കുന്നതിന് 100% ഉറപ്പാണ്. ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ഒന്നാമതായി നിങ്ങൾക്കൊരു ഓർഗാനിക് സാന്നിധ്യം ഉണ്ടാക്കാം. കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് മികച്ച ഗുണനിലവാരമുള്ള ലീഡുകളും ലഭിക്കും. ഇനി നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് നോക്കാം. നിങ്ങൾ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താം. അതായത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആളുകൾ എന്താണ് തിരയുന്നതെന്ന്, അവർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നും നിങ്ങൾ കീവേഡ് സ്പെസിഫിക് ഉള്ളടക്കം, അതായത് കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയാൽ പോലും നിങ്ങളുടെ യൂട്യൂബ് റാങ്ക് ചെയ്യും. ഒടുവിൽ ആളുകൾ നിങ്ങളുടെ വീഡിയോയിൽ വരും, നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് കാണും. അതുകൊണ്ട് ഡെഡായ SEO ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. SEOയുടെ രീതികളും തന്ത്രങ്ങളും മാറിയിരിക്കുന്നു. മാർക്കറ്റിൽ ഒരു ഉപഭോക്താവിന്റെ താല്പര്യം മാറുമ്പോൾ തന്ത്രങ്ങളും അതിനനുസരിച്ചിട്ട് മാറണല്ലോ. അതിനാൽ നിങ്ങൾ ഇപ്പോഴും SEO ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ തന്ത്രങ്ങളും രീതികളും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഈ 5 തന്ത്രങ്ങളും നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മികച്ച ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കീവേഡ് സ്റ്റഫിംഗ് നടത്തി ബ്ലോഗുകൾ എഴുതി നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു വെബ്സൈറ്റ് എങ്ങനെ റാങ്ക് ചെയ്യാം എന്നതിലുപരി ഒരു ബിസിനസ് എങ്ങനെ വികസിപ്പിക്കാം എന്നതിലായിരിക്കണം നിങ്ങളുടെ കൂടുതലും ശ്രദ്ധ പോവേണ്ടത്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് SEOയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അല്ലെങ്കിൽ ഈ പ്രധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സഹായകരമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.